ദേവസംഗീതം നീയല്ലേ. മന്ത്രി, എന്റെ രാജ്യത്തെ ജനങ്ങൾക്ക് ഇത് എന്ത് പറ്റി? എല്ലാരും പറയുന്നുണ്ടല്ലോ അവർ തല കുനിച്ചാ നടക്കുന്നതെന്ന്. പ്രഭു, അവർക്ക് സ്ക്രോൾ എന്ന മഹാരോഗം ബാധിച്ചിരിക്കുകയാണ്. ഓഹോ, എനിക്ക് കണ്ണ് കാണില്ലായിരിക്കാം, പക്ഷെ എനിക്ക് ചിലതൊക്കെ മനസ്സിലാവും. ദേ അങ്ങോട്ട് നോക്കേ. മന്ത്രി, ഇനി ഇതിനെന്താണ് ഒരു പരിഹാരം? പ്രഭു, ഒറ്റ പരിപാടിയേ ഉള്ളൂ, ഇന്റർനെറ്റ് കട്ട് ചെയ്യണം. അതിനാരുണ്ട് ഇനി ഇന്റർനെറ്റ് കട്ട് ചെയ്യാൻ? ഇന്റർനെറ്റ് റീചാർജ് ചെയ്യല്ലേ, അത് വിഷമാണ്. ഏതായി മണ്ടൻ, ഡാറ്റ പാക്ക് തീർന്നായിരിക്കും. ആരാടാ നീ? പ്രഭു, ഞാനാണ് ഗുരു. ഞാനൊരു ലോകം കണ്ടു. അവിടെ മനുഷ്യർ പരസ്പരം മിണ്ടുന്നു, ഫോൺ നോക്കാതെ ചിരിക്കുന്നു. മോനെ, ഞാൻ 22 രൂപയ്ക്ക് റീചാർജ് ചെയ്യാം. നീ പോയി 2 റീൽസ് കണ്ടാ. പോടാ മണ്ട, നിങ്ങളുടെ കണ്ണ് കാണുന്നില്ല, കാരണം നിങ്ങളുടെ കണ്ണ് എപ്പോഴും സ്ക്രീനിലാണ്. എന്തൊക്കെയാടാ ഗുരു നീ പറയുന്നത്? എടാ ഗുരുവേ, നീ എന്തിനാണ് ഞങ്ങളുടെ ജനങ്ങളെ റീൽസിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്? എനിക്കോ കാണാൻ കഴിയുന്നില്ല, അവരെങ്കിലും കാണട്ടെ. പ്രഭു, ഇവർ റീൽസ് കണ്ട് ചിരിക്കുകയാണ്, പക്ഷെ ജീവിതത്തിൽ ചിരിക്കാൻ മറന്നു. ആഹാ, എന്നാൽ നീ എന്നിവരെ ജീവിതത്തിൽ ചിരിപ്പിച്ച് കാണിക്ക്. എടാ, ഞാൻ പറഞ്ഞ സ്ഥലത്ത് എല്ലാ ഇന്റർനെറ്റും കട്ട് ചെയ്തേക്ക്. ഇതെന്തു പറ്റി? റീൽസ് ഒന്നും ലോഡ് ആവുന്നില്ല. ഇന്റർനെറ്റ് കട്ടായാലെന്താ, നമ്മൾ ഡൗൺലോഡ് ആക്കി റീൽസ് ഇല്ലേ, അത് കണ്ടൂടെ? ഇവന്മാർ റീൽസിന് അഡിക്റ്റ് ആയി കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്താ ഗുരു, ഇനി നിനക്ക് റീൽസ് കാണണോ? വേണ്ട വേണ്ട, എനിക്ക് റീൽസ് കാണണ്ട ഇനി.